വിലായത്ത് സൂപ്പർ സിനിമ ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇതിൻ്റെ ഈ ടീം ഒരുപാട് എഫക്റ്റ് എടുത്തിട്ടുള്ള സിനിമയാണ്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, എന്തായാലും സുന്ദരനായിട്ടുള്ളൊരു പൃഥ്വിരാജൻ്റെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഏതായാലും നല്ലൊരു കഥാപാത്രമാണ് പൃഥ്വിരാജ് കിട്ടിയത്. പിന്നെ ഇതിൽ പറയേണ്ടത് നമുക്ക് ഷമ്മി തിലകൻ, പിന്നെ ഒരു നായിക, നമുക്ക് സ്ത്രീ കഥാപാത്രത്തിന് ഒരു മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നായകനും നായികയും ഈക്വലായിട്ടുമാണ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അത്രയ്ക്ക് ശക്തമായ കഥാപാത്രം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂമും DOP ഒക്കെ സൂപ്പറായിരുന്നു. ഗാനങ്ങൾ, അതിൽ സംഘടന സ്റ്റണ്ട് രംഗങ്ങളാണെങ്കിലും അതിലെനിക്കൊരു 3-4 സ്റ്റണ്ട് മാസ്റ്റർമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സൂപ്പർ സിനിമ, നല്ലൊരു സിനിമയാണ് വിലായത്ത്. മാസുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കാടിൻ്റെ ആ പശ്ചാത്തലത്തിലെടുത്ത സിനിമ, മാസമായിട്ടുള്ള സ്റ്റണ്ട് നമുക്ക് പൃഥ്വിരാജിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സംഗതിയൊക്കെ അതിന് ഡയറക്ടർ പുള്ളിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നല്ല എഫക്റ്റ് എടുത്തത് പൃഥ്വിരാജും നല്ലൊരു എഫക്റ്റ് എടുത്ത സിനിമ തന്നെയാണ്. കാരണം അത്രയ്ക്കും ഈ മലമുകളിലാണെങ്കിലും അതിൽ ഓരോ എഫക്റ്റ് എടുത്ത് സിനിമയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ പറ്റിയ മറയൂർ കാണാം. നമ്മൾ കാണുന്നവരിപ്പോൾ ബുക്കിലൊക്കെ വായിക്കുന്ന പോലെ തന്നെ നല്ലൊരു രസമുള്ള സിനിമയാണ്. ഒരു 100 കോടി അടിക്കാനുള്ളതുണ്ടോ? 100 കോടിയെന്നൊന്നും ഞാൻ പറയണ്ട. അതിന് സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ചെയ്യുന്നത്, അതൊന്നും ഞാൻ പറയാനാണ്. അതിലും സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് സിനിമ, സൂപ്പറാണ്. അതിന് വിലായത്ത് കാര്യമായിട്ട് വന്ന് കാണാം. കാടിൻ്റെ ഭംഗി, പ്രകൃതി ഭംഗി ആസ്വദിക്കാം. നല്ലൊരു സിനിമ. ബേസിക്കലി കുഴപ്പമില്ല. ഒരു 1 ടൈം തിയേറ്റർ വാച്ചിങ്, ഒരു ആവറേജ് മൂവിയാണ്. സംഭവം ചന്ദനക്കടത്ത് തന്നെയാണ്. പുഷ്പ ലെവലിലേക്കൊന്നുമില്ല. ഇല്ല. അങ്ങനെ കമ്പയർ ചെയ്യണ്ട. നോവലിനെ നമുക്ക് ആ ലെവലിലേക്ക് മേക്കിംഗ് എത്തിക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ഹൈപ്പുകൾ ഈ പടത്തിലുണ്ടായിരുന്നു. ഹൈപ്പിനെ ഒന്നും ആ ലെവലിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് പറയാൻ പോസിറ്റീവ് സൈഡുകൾ പറയുകയാണെങ്കിൽ ടെക്നിക്കലി ജെയ്ക്സ് സിനിമോട്ടോഗ്രഫി, ജെയ്ക്സിൻ്റെ മ്യൂസിക് പരിപാടി, പിന്നെ മേക്കിങ്ങിലുണ്ട് ഒരു നാടൻ പരിപാടി, മറയൂർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു കഥയാണ്. തീർച്ചയായിട്ടും ഷമ്മി തിലകൻ്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്, എടുത്തു പറയണം. കാരണം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു മുഴുനീള ചിത്രത്തിലാണ് ഒരു ഫ്രം ബിഗിനിങ് ടു എൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഗ്രാഫുകൾ ഗംഭീരമാണ്. നമുക്ക് പല സീനുകളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ തിലകൻ സാറിന് ഓർമ്മ വരുന്നു. പല സീനുകളും ആ ഒരു ചില ഒരു മാനറിസംസൊക്കെ അളഞ്ഞ് ജീവിച്ചേക്കുമാണ്, എടുത്തു പറയേണ്ടത്. പിന്നെ പറയേണ്ട കാര്യം നായികയുടെ കാര്യം. നായിക പല സ്ഥലത്തും അതിൻ്റെ മുകളിലേക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, എടുത്തു പറയേണ്ട കാര്യമാണ്. അത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നോർമൽ. ആ ഒരു ഹൈപ്പിനൊത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഓക്കെ, ഒരു തിയേറ്റർ 1 ടൈം തിയേറ്റർ വാച്ച് മൂവി എന്നുള്ള രീതിയിൽ വന്ന് തീർച്ചയായിട്ടും സാർ ചെയ്യാൻ ഇരുന്നൊരു മൂവിയാണ്. ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം ചെയ്യുന്നൊരു പരിപാടി അത് വേറെയാണ്. ആ ലെവലിലേക്ക് എത്തിയെന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ലെവൽ, അത് വേറെ ലെവലാണ്. അത് ഇവിടെ പലരും ചോദിച്ചു. പക്ഷേ ഇതുമായിട്ട് ഈ പെൺകോശിയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് വേറെ സംഭവം തന്നെയാണ്. പക്ഷെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ.